തൃശൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട നടപടികളെല്ലാം പൂർത്തീകരിച്ചു. 25 ലക്ഷം വോട്ടർമാർ ജില്ലയിലെ 13 മണ്ഡലങ്ങളിലായി വിധിയെഴുതുന്ന ദിവസമാണിന്ന്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വലിയ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ പൂർത്തീകരിച്ചു. രാവിലെ തന്നെ 2839 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. 13 മണ്ഡലങ്ങളിലായി 77 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് വലിയ തിരക്ക് എന്ന് അനുഭവപ്പെട്ടു തുടങ്ങി. ഇതിനോടകം തന്നെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 137 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യുന്നതിനായി എത്തിയിരിക്കുന്നു. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ കാണുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ ഗീതാ ഗോപിയും ഇതേ മണ്ഡലത്തിൽ തന്നെ ഇതേ ബൂത്തിൽ തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചുകൊണ്ട് ജില്ലയിലെ ക്രമീകരണങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ പൂർത്തീകരിക്കേണ്ടിയിരുന്നു. 15,000-ലധികം ഹോം വോട്ടിംഗ് ഇതിനോടകം തന്നെ സീനിയർ സിറ്റിസൺസും അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള വോട്ടർമാരിൽ നിന്നും അത്തരത്തിലുള്ള വോട്ടെടുപ്പ് നടത്തുകയും മറ്റും ചെയ്തു. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ജില്ലയിൽ മത്സരിക്കുന്നത് മണലൂർ മണ്ഡലത്തിലാണ്. 10 സ്ഥാനാർത്ഥികളാണ് അവിടെ ജനവിധി തേടുന്നത്. നാട്ടിക മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികൾ, ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിലെ 25,32,715 വോട്ടർമാരിൽ 12,28,118 വോട്ടർമാർ പുരുഷന്മാരായുണ്ട്. 13,40,580 വോട്ടർമാർ വനിതാ വോട്ടർമാരാണ്. അങ്ങനെ വോട്ടർമാരുടെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ വലിയൊരു നിർണായകമായിട്ടുള്ള ഒരു സംഖ്യ തൃശ്ശൂരിൽ നിന്ന് മാത്രം നമുക്ക് കണ്ടെത്താനാകും. ഏതായാലും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുകൊണ്ട് അവർ രാവിലെ തന്നെ എത്തി ജില്ലയിലെ 13 മണ്ഡലങ്ങളിലെയും 2800-ൽ പരമുള്ള ബൂത്തുകളിൽ മോക്ക് പോളിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന്റെ ആദ്യ പോളിംഗ് ആരംഭിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. തൃശ്ശൂരിനെ സംബന്ധിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ള ഒരു ജില്ലയാണ്. ഒട്ടേറെ സംഭവ വികാസങ്ങൾ ഇന്നലെ വൈകിട്ട് വരെ നടന്നിരുന്നു എന്നുള്ള വോട്ടിങ്ങിനെ അല്ലെങ്കിൽ ജനവിധിയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നടന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ജില്ലയിൽ നിന്നും ഉയർത്തിക്കാട്ടാനാകും.